ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വിചാരിച്ചൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന്. ഇന്ന് ചിങ്ങം 1 അല്ലേ. അപ്പോൾ രാവിലെ എണീച്ച് കുളിച്ച് വിളക്കൊക്കെ കത്തിച്ചു. അത് കഴിഞ്ഞിട്ട് അമ്പലത്തിൽ പോകാമെന്ന് വെച്ചു. അപ്പം തുടങ്ങാമല്ലേ. രാവിലെ തന്നെ നല്ല മഴയാണ് ഗൈസ്. തോന്നി നിൽക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഓടി അമ്പലത്തിൽ പോയിട്ട് വരാം. അങ്ങനെ അമ്പലത്തിൽ പോയി കൗണ്ടറിൽ അച്ചിരിപ്പുണ്ടായിരുന്നു. പിന്നെ പ്രസാദമൊക്കെ വാങ്ങിച്ചിട്ട് നേരെ വീട്ടിലോട്ട് വന്നു. ഗൈസ്, അമ്പലത്തിൽ പോയിട്ട് വന്നു ഗൈസ്. അമ്പലത്തിൽ ഭയങ്കര ആളായതുകൊണ്ട് അധികം വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. അമ്പലത്തിൽ പോകുമ്പോൾ ഒരു സമാധാനമില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് എങ്ങനെ വീഡിയോ എടുക്കണം, എന്ത് സംസാരിക്കണം എന്നൊന്നും അറിയത്തില്ല. അതാണ് മെയിനായിട്ടുള്ള കുഴപ്പം. പിന്നെ മൈക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് അതിൻ്റേതായുള്ള സാങ്കേതിക തകരാറുകൾ കാണുന്നതായിരിക്കും. സൗണ്ടിന് കുഴപ്പങ്ങളൊക്കെ ഉണ്ടാകുന്നതായിരിക്കും. കിളികളുടെ സൗണ്ടും വണ്ടിയുടെ സൗണ്ടും അല്ലറ ചില്ലറ വേറെ സൗണ്ടുകളൊക്കെ കാണും. അതൊക്കെ ഒന്ന് ക്ഷമിക്കണം കേട്ടോ. അപ്പോൾ ഗൈസ്, ഞാൻ ഫുഡ് കഴിക്കാൻ പോവാണ്. അപ്പം കടലക്കറിയാണ് കേട്ടോ. അപ്പം നമുക്ക് അത് കഴിക്കാവേ. സ്റ്റുഡൻറ്റ് വന്നിട്ടുണ്ട്, ബാക്കിയുള്ളവർ വഴിയെ പതുക്കെ വരും. ഓക്കെ. ഹലോ ഗൈസ്, നമ്മുടെ ഫ്രണ്ട്സ് വന്നിട്ടുണ്ട്. പതുക്കെയാണ് എല്ലാം ചെയ്യുന്നത്. ഇതൊക്കെയാണ് ഗൈസ് ഇവിടെ നടക്കുന്നത്. ഭയങ്കര മഴ. ഇപ്പോഴത്തെ കാലാവസ്ഥ എന്താണല്ലേ, എപ്പോഴാ മഴ പെയ്യുന്നേ പോകുന്നതെന്ന് പോലും നമുക്കറിയാൻ പറ്റാത്ത അവസ്ഥയാണ്. സ്പോട്ടിനാണ് മാറുന്നത്. അപ്പം എൻ്റെ ഡാൻസ് ക്ലാസ്സൊക്കെ കഴിഞ്ഞു. എല്ലാവരും അവരവരുടെ വീട്ടിൽ പോയി. ഇനി എന്താ പരിപാടിയെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിക്കണം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, മൈക്ക് ഇല്ലാത്തതുകൊണ്ട് അതിൻ്റേതായുള്ള പ്രശ്നങ്ങളുണ്ട്. കുറേ സൗണ്ടുകൾ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കാം. അതൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട. സത്യം പറഞ്ഞാൽ എനിക്ക് എന്ത് പറയണം, എങ്ങനെ ചെയ്യണമെന്നൊന്നും എനിക്കറിയത്തില്ല. ഫസ്റ്റ് ടൈം ആണെന്ന് തോന്നുന്നല്ല, ആണ് ഫസ്റ്റ് ടൈമാണ് ഞാൻ ഓൺ വോയിസിലൊരു ലോങ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ യൂട്യൂബ് ചാനലുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യണമല്ലോ. നമ്മൾ ചുമ്മാ ഷോർട്സ് ഇട്ടിട്ട് കാര്യമില്ലല്ലോ. എന്തെങ്കിലുമൊക്കെ ലോങ് വീഡിയോസും ചെയ്യണമല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എടുക്കാം എന്ന് വിചാരിച്ചു. അങ്ങനെ എടുത്തതാണ്. പിന്നെ ഞാൻ ഒരു ഗീവ് അവേ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പം അത് നിങ്ങളുടെ സപ്പോർട്ട് പോലെ ഇരിക്കും. ഞാൻ വിചാരിച്ചു ഇൻസ്റ്റാഗ്രാമിലും ഇതിനകത്തും ഒരു ഗീവ് അവേ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതിലെ കൂടുതൽ സപ്പോർട്ടുള്ള അതേപോലെ ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ നിങ്ങൾ പറയാം, നിങ്ങളുടെ ഇതുപോലെ ഇരിക്കും ഗീവ് അവേ ഒക്കെ. അങ്ങനെ അമ്മ കുറച്ച് തുണി വിരിച്ചിടാൻ തന്നു ഗൈസ്. അങ്ങനെ തുണിയും വിരിച്ചിടാം. തുണി വിരിച്ചിട്ടിട്ട് വരാൻ ഗൈസ്. കണ്ടില്ലേ നിൽക്കുന്ന നിപ്പിലാണ് കാലാവസ്ഥ മാറുന്നത്. എന്താ വെയിലും. ഇനി കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നല്ല മഴ വന്നോളും. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അത് കഴിഞ്ഞ് ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. പിന്നെ ബിഗ് ബോസ് കാണുമായിരുന്നു. ബിഗ് ബോസ് തീർന്നപ്പോഴത്തേക്ക് ബിഗിൽ കാണാമെന്ന് വെച്ചു. ഒരു ചാനലിൽ ബിഗിലുണ്ടായിരുന്നു, അപ്പോൾ അതും കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതേ ഗൈസ്, ഫുഡൊക്കെ എടുത്ത് വെച്ചു. അപ്പോൾ നമുക്കിനി ഫുഡ് കഴിച്ചിട്ട് ബാക്കി കാണാം. ഓക്കെ. നല്ല അടിപൊളി വെയിലുള്ളപ്പം വിരിച്ചിട്ടതായിരുന്നു. വീണ്ടും മഴ വന്നു ഗൈസ്. അവിടെ നിന്ന് മഴ വരുന്നുണ്ട്. ഹലോ ഗൈസ്, ഉച്ചയ്ക്ക് ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീച്ചു ഗൈസ്. ചായക്ക് വെള്ളം അടുപ്പ് വെച്ചിട്ടുണ്ട്. തേയില ഇട്ടു. ഇനി നമുക്ക് പഞ്ചസാര ഇടാം. ഓക്കെ. ഇനി കുറച്ച് ഇഞ്ചി ഇടാം. ഇഞ്ചി ചതച്ച് വെച്ചിട്ടുണ്ട്. ഇഞ്ചി ഇടാം. എന്നിട്ടൊന്ന് തിളക്കട്ടെ. പാലൊഴിച്ചിട്ടുണ്ട്. ഇനി ഇത് തിളക്കട്ടെ. ഇതേണ്ട് നമ്മുടെ ചായ തിളച്ച് പൊങ്ങി വരുന്നു. ഇതിങ്ങനെ മേല് ആവാറാവുന്നിടം വരെ വരുമ്പോഴത്തേക്ക് അങ്ങ് ഓഫാക്കും. ഞാനങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇങ്ങനെ മേളിൽ വരുന്നത് കാണാൻ വരെ നല്ല രസമില്ലേ. അപ്പം എന്നിട്ട് ഞാനങ്ങ് അതൊന്ന് ഓഫാക്കുവേ. ബാക്ക്ഗ്രൗണ്ടിൽ അപശബ്ദങ്ങളൊക്കെ കേൾക്കും. നിങ്ങളൊക്കെ ഒന്ന് ക്ഷമിച്ചേക്കണം. നമ്മുടെ ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്ലാസ്സിലോട്ട് ഒഴിക്കാം. നമുക്ക് അമ്മയ്ക്ക് ചായ കൊണ്ടു കൊടുക്കാം. ഞാനും ചായ എടുത്തു ഗൈസ്. കണ്ടില്ലേ, ഞാൻ ചായ ഇടുന്ന സമയത്ത് ഒടുക്കത്തെ മഴയായിരുന്നു.
വന്നപ്പോഴത്തേക്ക് ആ മഴ പോയി. ഇതാണ് പറഞ്ഞത്. എപ്പോഴാണ് മഴ വരുന്നതെന്ന് പറയാൻ പറ്റൂല. അങ്ങനെയാണ് കാലാവസ്ഥ. എന്താ ചെയ്യല്ലേ. പക്ഷെ ഇപ്പം മഴ ദാണ്ട് ചാറുന്നുണ്ട് കേട്ടോ. പോയിട്ട് ദേ വീണ്ടും വരുന്നുണ്ട്. അപ്പോൾ ഗൈസ്, ഞാൻ ദേ കുളിച്ച് വിളക്കൊക്കെ കത്തിച്ചു. അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ ഡേ ഇൻ മൈ ലൈഫ് ഇത്രയേ ഉള്ളൂ. ഞാൻ എന്തൊക്കെയോ എക്സ്പെക്റ്റ് ചെയ്താണ് എടുത്തത്. ഇന്നത്തെ ഡേ ഇങ്ങനെയൊക്കെ ആയിരിക്കും, അങ്ങനെയൊക്കെ ആയിരിക്കും, എന്തെങ്കിലുമൊക്കെ ബിസി ആയിരിക്കുമെന്ന് വിചാരിച്ചാണ് എടുത്തത്. പക്ഷേ അങ്ങനെയാണല്ലോ, നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതൊന്നുമല്ലല്ലോ നടക്കുന്നത്. അപ്പം സാധാരണ എല്ലാ ദിവസവും ഇങ്ങനെയൊന്നുമല്ല കേട്ടോ. ചില ദിവസങ്ങളിലൊക്കെ ഭയങ്കര തിരക്കായിരിക്കും, എന്തെങ്കിലുമൊക്കെ പരിപാടി കാണുമായിരിക്കും. പക്ഷെ ഇന്നെന്തോ ഞാൻ വിചാരിച്ച പോലെ ഒന്നും ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനായി പോയത്. അപ്പം എന്തെങ്കിലും ഒരു തിരക്കുള്ള ഒരു ദിവസം മുൻകൂട്ടി നേരത്തെ എനിക്ക് അറിവ് വരുവാണെങ്കിൽ ഞാൻ അതൊരു ഡേ ഇൻ മൈ ലൈഫായിട്ട് ഇനി എടുക്കുന്നതായിരിക്കും. ഇത്രയും എടുത്തില്ലേ, അപ്പോൾ നമുക്ക് അപ്ലോഡ് ആക്കണ്ടേ. എനിക്കറിയാം നിങ്ങൾക്ക് കുറച്ച് ബോറൊക്കെ അടിക്കും. പക്ഷേ ഒന്ന് ക്ഷമിച്ചേക്കുക, അത്ര എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഗൈസ് എന്നിങ്ങനെ പറയുന്നുണ്ട്. അതിങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ ശീലമായിപ്പോയി. മാറ്റാൻ ഞാൻ ശ്രമിക്കാം. മാറ്റണോ വേണ്ടയോ എന്ന് നിങ്ങൾ തന്നെ പറയുക. അപ്പം ഞാൻ ഇതോടെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നുമില്ല. പഠിക്കുക, ഫുഡ് കഴിക്കുക, ബിഗ് ബോസ് കാണുക, പിന്നെ കിടന്നുറങ്ങുക, ഇതൊക്കെ തന്നെ. വേറെ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. പിന്നെ മെയിനായിട്ട് പറയാൻ ഇടയ്ക്ക് ഞാൻ പറഞ്ഞായിരുന്നു ഗീവ് അവേയുടെ കാര്യം. അപ്പം അത് ഞാൻ ചിലപ്പോൾ ഇൻസ്റ്റയിലായിരിക്കും, ചിലപ്പോൾ യൂട്യൂബിലായിരിക്കും ചെയ്യുന്നത്, ചിലപ്പോൾ രണ്ടിലും ഞാൻ ചെയ്യും. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് പോലെ ഇരിക്കും. അപ്പോൾ കറണ്ട് പോയായിരുന്നു, അതാണ് പോയത്. പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ ഗീവ് അവേയുടെ കാര്യം. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് പോലെ ഇരിക്കും ഏതിൽ ഗീവ് അവേ നടത്തണമെന്ന്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് നല്ലപോലെ കിട്ടുന്നുണ്ട് എന്ന് തോന്നുവാണെങ്കിൽ ഞാൻ ചെയ്യും, അല്ലെങ്കിലും ചെയ്യും. പിന്നെ എന്താ പറയുക, നിങ്ങളുടെ സപ്പോർട്ടാണല്ലോ എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഒരു പ്രചോദനം. അത് ഉടനെ ഗീവ് അവേ നടത്തുന്നതായിരിക്കും. അപ്പോൾ എനിക്ക് ഇത്രയൊക്കെ പറയണമെന്നുണ്ടായിരുന്നു, അതാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. കുറച്ച് ലോങ് ആയിരിക്കും വീഡിയോ, അത് അഡ്ജസ്റ്റ് ചെയ്യുക കേട്ടോ. അപ്പം ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടാനായിട്ട് വലിയ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു, എന്നാലും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ വീണ്ടും വരാം. Ta-da!